94-ലധികം ജീവനുകൾ അപഹരിച്ച അരുവി, മരണത്തിൻ്റെ ചതിക്കുഴികൾ പതുകിയിരിക്കുന്ന അരുവി, അതെ, പെരുന്തേൻ അരുവി അഥവാ വൻ തേൻധാര. ഹായ്, ഹലോ, നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നൊരു വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ്. പത്തനംതിട്ട ജില്ലയുടെ അഭിമാനമായ പെരുന്തേനരുവി വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മുടെ മഞ്ജീഷുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ നമ്മുടെ പിന്നിൽ കാണുന്നത് പമ്പയാറാണ്. പമ്പയാറിൻ്റെ മേൽഭാഗത്തായിട്ടാണ് നമ്മുടെ പെരുന്തേനരുവി വെള്ളച്ചാട്ടം വരുന്നത്. പെരുന്തേനരുവിയിലേക്ക് നമുക്ക് രണ്ട് വഴി എത്താൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റാന്നിയിൽ നിന്ന് അത്തിക്കയം എത്തി, അത്തിക്കയത്തിൽ നിന്ന് കുടുമുരുട്ടി വഴിയുള്ള വഴിയാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കോട്ടയം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് വെച്ചുച്ചിറ വഴി പെരുന്തേനരുവിയിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ കുടമുരുട്ടിയൊക്കെ കഴിഞ്ഞ് ചെന്നൈയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ചെന്നൈയിൽ നിന്ന് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത് പെരുന്തേനരുവി വെള്ളച്ചാട്ടത്തിലേക്ക്. നമ്മളിപ്പോൾ അത്തിക്കയത്തിൽ നിന്നാണ് വന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഈ വഴി വന്നത്. അങ്ങനെ നമ്മൾ ചെന്നൈയിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് കയറിയിരിക്കുകയാണ്. ഈ വനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ വനത്തിൽ ആന ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വഴി വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കെയർ ചെയ്ത് വരുന്നത് നല്ലതായിരിക്കും. ഏത് നിമിഷം നമ്മുടെ മുമ്പിൽ ആന വരാൻ സാധ്യതയുണ്ട്. പെരുന്തേനരുവി വരുന്നവർക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഈ വനം. പെരുന്തേനരുവി എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഈ വനം നമുക്ക് പ്രത്യേകം ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഈ വനത്തിനുള്ളത്. ഈ ഭാഗത്തു നിന്നൊക്കെയാണ് ആന പൊതുവിൽ ഇറങ്ങി വരുന്നത് കേട്ടോ. കൂടുതലും വേനൽക്കാലത്തേക്കാണ് ആനയുടെ ശല്യം ഇവിടെ ഉള്ളത്. മഴക്കാലത്ത് അങ്ങനെ ആന ഇവിടെ കണ്ടതായിട്ട് അങ്ങനെ വലുതായിട്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ഇവിടെ ചെറിയൊരു അരുവിയുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല കോടയുണ്ട് കേട്ടോ. കോട കയറുന്നുണ്ട്. ഈ കാണുന്നത് പെരുന്തേനരുവി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കനാലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് പെരുന്തേനരുവി ഡാമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരുന്തേനരുവി ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ വെച്ചുച്ചിറ, നാറണമൊഴി പഞ്ചായത്തുകളിലായി പമ്പ നദിക്ക് കുറുകെ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഡാമാണ് പെരുന്തേനരുവി ഡാം. ഇത് പെരുന്തേനരുവി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. 2017 ഒക്ടോബറിലാണ് ജലവൈദ്യുതി പദ്ധതി പ്രവർത്തനം തുടങ്ങിയത്. എനിക്ക് തോന്നിപ്പോൾ പെരുന്തേനരുവി വെള്ളച്ചാട്ടത്തിനേക്കാളും ഉപരിയായിട്ട്
പെരുന്തേനരുവി ഡാമിൻ്റെ കാഴ്ചകളും പെരുന്തേനരുവി ഡാമിൽ നിന്നുള്ള വെള്ളം ചാടുന്ന ആ ഒരു ദൃശ്യങ്ങളുമാണ് ഇപ്പം സഞ്ചാരികളെ ഇപ്പം കൂടുതൽ ആകർഷിക്കുന്നത്. വന്ന ദിവസം കൊള്ളാനായിട്ട് അടിപൊളി ദിവസമായിരുന്നു. നല്ല മഴ കിട്ടി, വെള്ളത്തിനാണെങ്കിൽ ഒരു ക്ഷാമമില്ല, വെള്ളമൊക്കെ നിറഞ്ഞു കിടക്കുവാണ്. തീർച്ചയായിട്ടും ഇത് മഴയൊക്കെ ഉള്ള സമയത്ത് നനഞ്ഞു വന്ന് ആസ്വദിക്കണം. പെരുന്തേനരുവിയുടെ ഭംഗിയുണ്ടോ, അതൊരു വേറെ ലെവൽ തന്നെയാണ്. അപ്പം പെരുന്തേനരുവി ഡാമിൻ്റെ റൈറ്റിലൂടെ കിടക്കുന്ന വഴിയിലൂടെ വരുവാണെങ്കിലുണ്ടല്ലോ നമുക്ക് അതിമനോഹരമായ ആറിൻ്റെ ഭംഗിയെ കുറച്ചുകൂടെ അടുത്തറിയാൻ സാധിക്കും. ഇവിടെ നമുക്ക് ആറിൻ്റെ ഭംഗി നല്ലപോലെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നല്ല കോടയൊക്കെ കയറി നിൽപ്പുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അടിപൊളി കോട കയറി നിൽപ്പുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. മഴ സമയത്ത് വരുന്നതെന്ന് വെച്ചാൽ അത് വേറൊരു ഫീലാണ്. അപ്പോൾ നമ്മൾ പെരുന്തേനരുവി ഡാം വഴി ക്രോസ് ചെയ്ത് അക്കരെ എത്തിയിട്ട് നമ്മൾ റൈറ്റ് എടുത്ത് വരുമ്പോൾ നമുക്ക് അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഡാമും കാണാം, അതുപോലെ ബാക്കിലോട്ട് നോക്കിയാൽ നമുക്ക് വെള്ളച്ചാട്ടവും കാണാം അല്ലേ മഞ്ജീഷേ? എങ്ങനെയുണ്ട് ഈ സ്ഥലം? അടിപൊളി, ഒന്നും പറയാം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ വിഷ്വലൊക്കെ കണ്ട് നമ്മളൊന്ന് ആസ്വദിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു വിഷ്വൽ ഇട്ടിട്ടുണ്ട്, നല്ല കോടയൊക്കെ കയറി വരുന്നുണ്ട്. അതുപോലെ ഒരു സൈഡിൽ നല്ല കോടയാണെങ്കിൽ ഒരു സൈഡിൽ ഫുള്ള് കാർമേഘം വന്നിട്ട് മൂടിയിട്ട് ഇത് അവിടെ അടിപൊളി മഴയാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ പെരുന്തേനരുവി വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട്, അതുപോലെ ഇവിടെ ഒരു റിസോർട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്കിവിടെ നിന്നാൽ തന്നെ പെരുന്തേനരുവി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു മനോഹരമായ ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പെരുന്തേനരുവി വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൻ തേൻധാര എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പെരുന്തേനരുവി നയനമനോഹരമാണ്. മഴക്കാലം എത്തിയതോടുകൂടി പെരുന്തേനരുവി അതിസുന്ദരിയായിട്ട് നദി നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. പാറകളിൽ തട്ടിച്ചിതറി വെള്ളം താഴേക്ക് പതിക്കുന്ന ദൃശ്യം ആരെയും കൊതിപ്പിക്കുന്നതാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ മായിക ദൃശ്യങ്ങൾ നമ്മളെ ആകർഷിക്കുമെങ്കിലും ഈ പെരുന്തേനരുവിയിലെ നിലയില കയങ്ങളിൽ പൊലിഞ്ഞുപോയ ജീവനുകൾ അനവധിയാണ്. ഏകദേശം 94ലധികം ആൾക്കാരുടെ മരണപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് നിരവധി മുന്നറിയിപ്പ് ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും.
അങ്ങനെ നമ്മൾ പെരുന്തേനരുവി വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ നിന്ന് പെരുന്തേനരുവിയുടെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി കയറിയതാണ്. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോഴാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടത്തിൻ്റെ ആ രൗദ്രഭാവം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പെരുന്തേനരുവി കാണാൻ വന്ന ദിവസം അടിപൊളിയാണ്. നല്ല നമുക്ക് മഴ കിട്ടി. അതുപോലെ പെരുന്തേനരുവിയുടെ എല്ലാ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റി. മനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റി. അതുപോലെ ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.